എറണാകുളം സെൻട്രൽ പോലീസ് ഏറ്റെടുക്കും. അങ്ങനെ എറണാകുളത്ത് എത്തിച്ച് ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് സാധ്യത. ഇപ്പോൾ പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. രാഹുൽ വിജയൻ വീണ്ടും ചേരുന്നുണ്ട്. രാഹുൽ, ഈ എറണാകുളം സെൻട്രൽ പോലീസ് അവിടേക്ക് എത്തിയിട്ടുണ്ടോ? രാഹുൽ, ഉടൻ എറണാകുളം സെൻട്രൽ പോലീസ് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നുണ്ട്. ഈ കേസ് ലൊക്കേഷനിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് യുവനടി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെ ഇത് DGPക്ക് പരാതി നൽകിയിരുന്നു. തുടർന്ന് ഹേമ കമ്മീഷന് മുൻപിൽ ഉൾപ്പെടെ ഈ കേസ് പറയുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ യുവനടിയുടെ രഹസ്യമൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തുകയും ചെയ്തതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിച്ചു വരികയായിരുന്നു. എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷമാണ് പോലീസ് നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എറണാകുളം സെൻട്രൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ അടിസ്ഥാനത്തിൽ രഞ്ജിത്തിനെതിരെ കൂടുതൽ തെളിവുകൾ ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ രഞ്ജിത്ത് സിനിമാ ചിത്രീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഷൂട്ടിങ്ങിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് നിന്ന് തൊടുപുഴയിൽ എത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തൊടുപുഴയിൽ ഉണ്ട് എന്നുള്ള വിവരം എറണാകുളം പോലീസ് ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയെ അറിയിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി തൊടുപുഴ പോലീസിനോട് വ്യക്തമായിട്ടുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വളരെ രഹസ്യമായിട്ടുള്ള നീക്കമായിരുന്നു നടന്നത്. അതിന് പിന്നാലെയാണ് വൈകിട്ടോടുകൂടി രഞ്ജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. പ്രഥമ ദൃഷ്ടിയാൽ ഈ കേസിൽ കഴമ്പുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ നാളുകൾക്ക് മുമ്പ് തന്നെ DGPക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നതാണ്. അതിന് പിന്നാലെ ഹേമ കമ്മീഷൻ ഉൾപ്പെടെ ഈ യുവനടി മൊഴി നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും ഈ യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. സിനിമാ സെറ്റിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പ്രധാനമായും ഇതിൽ പറയുന്നത്. അതിൽ കഴമ്പുണ്ട്, ഈ യുവനടിയുടെ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും തൊടുപുഴ പോലീസിന്റെ സഹായത്തോടു കൂടി സംവിധായകൻ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ആ പരാതി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കൂടി കൊച്ചിയിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. പെൺകുട്ടിയുടെ, ഈ യുവതിയുടെ പരാതിക്കാരുടെ രഹസ്യമൊഴി ഉൾപ്പെടെ ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. 2 ദിവസം മുൻപ് ലഭിച്ച പരാതിയിലാണ് ഈ നടപടി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരിട്ട് ഈ പരാതി ലഭിക്കുകയായിരുന്നു എന്നാണ് വിഷ്ണു സുരേഷ് ഇപ്പോൾ അറിയിക്കുന്നത്. എറണാകുളം നോർത്ത് വനിതാ പോലീസ് സ്റ്റേഷനിലാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തത് എന്നാണ് ഇപ്പോൾ വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് അറിയിക്കുന്നത്. രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രഞ്ജിത്തിന്റെ അറസ്റ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.